ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് സഫല ഏകാദശിയെ പറ്റി മനസ്സിലാക്കാം. പൗഷമാസത്തിലെ കറുത്തവാവ് ഏകാദശിയാണ് സഫല ഏകാദശി. ഇഹലോകത്ത് സുഖവും പരലോകത്ത് വിഷ്ണു സായുജ്യവുമായ മോക്ഷവുമാണ് ഏകാദശി വ്രതത്തിൻ്റെ ഫലം. ഇന്നേ ദിവസം വ്രതാനുഷ്ഠാനത്തോടെ ഭഗവാനെ ഭജിക്കുന്നത് ആഗ്രഹപൂർത്തീകരണത്തിന് കാരണമാകും എന്നാണ് വിശ്വാസം. ഏകാദശിയുടെ തലേന്ന്, അതായത് ദശമിയുടെ അന്നു മുതൽ വ്രതം ആരംഭിക്കണം. ദശമി ദിനത്തിൽ ഒരിക്കലുണ്ട് അഭികാമ്യം. ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം. ആരോഗ്യസ്ഥിതി അനുസരിച്ച് പൂർണ്ണ ഉപവാസം കഴിയാത്തവർ ഒരു നേരം പഴങ്ങളോ അരിയാഹാരം ഒഴിച്ച് മറ്റ് ധാന്യാഹാരങ്ങളോ കഴിക്കാം. വെളുത്ത വസ്ത്രം ധരിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി തുളസി തീർത്ഥം സേവിക്കുന്നത് ഉത്തമമാണ്. വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുന്നതും നല്ലതാണ്. കഴിയുമെങ്കിൽ അന്നേ ദിവസം നാമഭജനയുമായി ഭക്തിപൂർവം കഴിച്ചുകൂടാം. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ഉത്തമമാണ്. ഏകാദശി ദിനത്തിൽ തുളസി പൂജ സർവപാപഹരമാണ്. എല്ലാ വർഷവും പൗഷമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെയും ഏകാദശിയാണ് സഫല ഏകാദശി. ഈ വർഷം ഈ ഏകാദശി വരുന്നത് ഡിസംബർ 15-നാണ്. ഈ വർഷത്തെ അവസാന ഏകാദശിയാണ് ഇത്. ഈ ദിവസം മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കണം. ഏകാദശിയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ വ്രതം എല്ലാ പ്രവൃത്തികളിലും വിജയം കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കും. ഈ ഏകാദശി വ്രതാനുഷ്ഠാനത്തോടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുകയും എല്ലാ പ്രവൃത്തികളിലും വിജയം കൈവരിക്കുകയും ചെയ്യും. സഫല ഏകാദശിയുടെ പ്രത്യേക പ്രാധാന്യം വേദങ്ങളിലും പുരാണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവും. സഫല ഏകാദശി ക്ഷേമവും ഭാഗ്യവും പ്രാധാന്യം ചെയ്യുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ദിവസം ആത്മാർത്ഥമായി ആരാധന നടത്തുന്ന ഒരു വ്യക്തി വൈകുണ്ഠവാസം നേടുമെന്നും പറയപ്പെടുന്നു. ഈ വ്രതാനുഷ്ഠാനം മൂലം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുമെന്നും നെഗറ്റിവിറ്റി അവസാനിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. കുടുംബത്തിലെ ഒരാൾ ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ നിരവധി തലമുറകളുടെ പാപങ്ങളാണ് നശിക്കുന്നത്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ എപ്പോഴും നല്ല പെരുമാറ്റം പാലിക്കണം. വ്രതം അനുഷ്ഠിക്കുന്നവർ ഉള്ളി, വെളുത്തുള്ളി, വഴുതന, മത്സ്യം, മാംസം, പുകയില, വെറ്റില എന്നിവയെല്ലാം ഏകാദശി ദിനത്തിൽ ഒഴിവാക്കണം. സഫല ഏകാദശി ദിവസം പൂക്കളും ചെടികളും പറിക്കുന്നത് അശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.